ഹായ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ജനറൽ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഞാൻ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ മഴക്കാലമായതുകൊണ്ട് വേരിയേഷൻസ് ഉണ്ട്. 2 ദിവസം മഴ വരും, പിന്നെ നടുവിൽ നിൽക്കും, പിന്നെയും തുടരും, അങ്ങനെയാണ്. ഓക്കെ, ഞാൻ നോക്കിയിട്ടാണ് ഹെയർ കെയർ ചെയ്യുന്നത്, പിന്നെ സ്കിൻ കെയറും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാനൊരു ഫേസ് പാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ കൊറിയൻഡർ ലീവ്സ്, അതായത് നമ്മളുടെ മല്ലിയില നന്നായി ചതച്ചെടുക്കുക. അതിൻ്റെ രസം എടുത്തിട്ട് അതിൻ്റെ കൂടെ ചന്ദനപ്പൊടി അത് ചേർക്കുക. ഓക്കെ, ഡ്രൈ സ്കിന്നുള്ളവർ വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പാടയും ചേർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായി മിക്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ മൂക്കിൻ്റെ ഭാഗം, പിന്നെ കണ്ണിൻ്റെ ഇത് ഡാർക്ക് ഐ സർക്കിൾസൊക്കെ നോക്കിയിട്ട് വേണം, ജസ്റ്റ് കണ്ണിൻ്റെ താഴെ നോക്കിയിട്ട് എല്ലാം ഓവറോൾ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റോളം വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ മന്ത്ലി വൺസ് ഇല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരുപാട് ആക്നെ പിമ്പിൾസൊക്കെ ഉള്ളവർ ആഴ്ചയിൽ എവ്രി വീക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാവും. വീക്ക്ലി വൺസ്, എവ്രി വീക്ക് വൺസ് ടൈം ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിലൂടെ എന്താവുമെന്ന് വെച്ചാൽ പിമ്പിൾസ് കുറയും, പിന്നെ ആക്നെ കുറഞ്ഞ് കിട്ടുന്നതാണ്. പിന്നെ മുഖത്തിന് നാച്ചുറലായിട്ടുള്ള ഒരു ഗ്ലോ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ കെമിക്കൽസൊക്കെ ഉപയോഗിക്കണ പലതര ക്രീമുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ ചർമ്മത്തിൽ മെല്ലെ മെല്ലെ ഒരു മാറ്റം കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നോർമലി എൻ്റെ പിമ്പിൾസൊക്കെ ഒന്ന് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ പിന്നെയും ഒരു റിവ്യൂ പോലെ വേണമെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഇനി ആ ഒരു റിസൾട്ട് കിട്ടിക്കോട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹെയർ കെയർ എന്ന് ഞാൻ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരുപാട് ഇപ്പോൾ റീസെൻ്റായിട്ട് നോക്കുമ്പോൾ 1 മാസത്തിൽ തന്നെ ചെറുതായിട്ട് ഒരു മുടി കൊഴിച്ചിലൊക്കെ അധികമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഈ ടെൻഷൻ എടുക്കുന്നതിലൂടെ തന്നെ എനിക്ക് ഒരുപാട് മുടിക്കൊഴിച്ചിലും താരനും ആയിട്ടൊക്കെ അത് പിന്നെയും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനായിട്ടുള്ള ഒരു ഹെയർ പാക്കൊക്കെ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പൊതുവെ ഈ സമ്മർ ഹെയർ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ഹെയറിൽ വന്ന മാറ്റങ്ങൾ, പിന്നെ പൊതുവെ നോർമലി മുടി കെയർ ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടിയ മാറ്റങ്ങളൊക്കെ ആയിട്ട് ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാൻ ഇനിയൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുത്ത് നോട്ടിഫിക്കേഷനിൽ ബെൽ ഐക്കൺ അമർത്തേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിലൂടെ ഞാൻ വീഡിയോസ് എപ്പോഴൊക്കെ ഇടുന്നതാണോ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ബൈ.